എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ചൈനീസ് നാവികൻ്റെ ഒരു പ്രതിമ കണ്ടോ? 1371 മുതൽ 1433 വരെ ജീവിച്ച ഈ വ്യക്തിയാണ് നമ്മുടെ നാട്ടിലെ ചീന വലകളും അതേപോലെ തന്നെ ചീനച്ചട്ടിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഇദ്ദേഹം മരണപ്പെട്ടത് നമ്മുടെ കോഴിക്കോട് വെച്ചാണ്. സെങ്ഹെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഉള്ളത് ചൈനയിലെ കുൻമിങ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. കുൻമിങ് എന്ന ഒരു 10-60 കിലോമീറ്റർ മാറിയുള്ള ഒരു ഗ്രാമത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്താണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ഞാനും കോഴിക്കോട് നിന്നും സഹീർബായും കൂടെ ചേർന്ന് കൊച്ചിയും കോഴിക്കോടും 1400 കാലഘട്ടങ്ങളിൽ സഞ്ചരിച്ച ആ ഒരു ചൈനീസ് വ്യക്തിയുടെ, ചൈനീസ് അഡ്മിറൽ അതേപോലെ തന്നെ ചൈനീസ് നാവികൻ, അങ്ങനെ ഒരു ചൈനീസ് ഡിപ്ലോമാറ്റ് ഒക്കെ ആയിരുന്ന ആ വ്യക്തിയുടെ നാട്ടിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ ആ മഹാനായ സെങ്ഹയുടെ ഒരു മ്യൂസിയം ഇവിടെയുണ്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഛായാചിത്രം ഇവിടെ വെച്ചിരിക്കുന്നത്, കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സെങ്ഹേസ് വോയേജ്, ട്രെയിൽസ്, മൗണ്ടൻസ് ആൻഡ് സീസ് ഇൻ ഹാർമണി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. സംഭവം ശരിക്കും വലിയ പുള്ളിയാണ്. സഹീർ ഭായ് അവിടെ പോയിട്ടില്ലേ? കോഴിക്കോട്. അതെവിടെയായിട്ടത്? ഇവിടെ കോഴിക്കോട് കാപ്പാട ഭാഗത്താണ്. പേര് ഞാൻ നോക്കിയിട്ട് ഇവൻ സാറിന് അവിടെ വന്നിട്ടുണ്ട്. യു ഹാവ് ബീൻ ടു കോഴിക്കോട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് പ്ലേസ് ഇൻ കോഴിക്കോട്? കൊയിലാണ്ടി പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ബേസിക്കലി അവിടെ പോയിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ, അതായത് ഇദ്ദേഹം അവിടെ വെച്ചാണ് മരണപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ ഒരു പ്രതിമയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അങ്ങനത്തെ ഒരു സംഭവം, ഒരു ചെറിയൊരു സംഭവമാണുള്ളത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് അതല്ല. ഇത് എനിക്കൊന്നൊരു 10-20 ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു സ്ഥലം, അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിന്റെ മ്യൂസിയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ചൈനീസ് ഫിഷിങ്ങിൻ്റെ ഒക്കെ കൊണ്ടുവന്ന ആരാന്നറിയാം നമ്മുടെ നാട്ടിൽ ഇങ്ങേര. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അതിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി നേരത്തെ ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ ഈ മ്യൂസിയം ഒക്കെ ഏകദേശം സന്ദർശിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൂറൊക്കെ തന്നിരുന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ എനിക്കിനി അങ്ങോട്ട് നിങ്ങളോട് കൂടുതൽ പറയാൻ സാധിക്കുന്നത്. ജീനിങ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ജീനിങ് ഡിസ്ട്രിക്ട് മ്യൂസിയം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ആ ഒരു എന്താ പറയുക, ഇവിടുത്തെ ഈ ഒരു ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഈ ഒരു മ്യൂസിയം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് നമുക്ക് ധാരാളം നാവികരെ അറിയാം. നമ്മുടെ വാസ്കോ ഡ ഗാമ നമുക്കറിയാം, അദ്ദേഹം ഒരു നാവികനായിരുന്നു. പക്ഷേ വാസ്കോ ഡ ഗാമ പല നാടുകളും അവരുടെയൊക്കെ യാത്രകളെന്ന് പറയുന്നത് പിടിച്ചടക്കാൻ വേണ്ടിയായിരുന്നു, അത് കോൺകർ ചെയ്യാൻ വേണ്ടിയായിരുന്നു. പിന്നെ നമ്മുടെ കൊളംബസ്, അങ്ങനെയുള്ള പല നാവികരെ നമുക്കറിയാം. അവരൊക്കെ പല നാടുകൾ പോയിട്ട് ആ നാട് പിടിച്ചടക്കുന്ന ഒരു രീതിയായിരുന്നു പലതും കണ്ടിരുന്നത്. പക്ഷേ ഈ സെങ്ഹെ എന്ന് പറയുന്ന അദ്ദേഹം യാത്രകൾ ചെയ്തിരുന്നത് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് കൂട്ടുന്നതിന് വേണ്ടിയാണ്. അതായത് അന്നത്തെ മിങ് ഡൈനാസ്റ്റി, ആ ചൈനീസ് അന്നത്തെ എന്താണോ ആ നാടുണ്ടായിരുന്നത്, ആ നാട് മറ്റ് നാട്ടുരാജാക്കന്മാരെയൊക്കെ മീറ്റ് ചെയ്ത് മറ്റ് നാടുകളിൽ പോയിട്ട് എന്താ പറയുക, ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചും പിന്നെ ഗുഡ്സ് എക്സ്ചേഞ്ച് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തി ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. സെങ്ഹെ മെമ്മോറിയൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സെങ്ഹെ എന്ന് പറഞ്ഞ വ്യക്തിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ശരിക്കും ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതായത് ഈ 1300 കാലഘട്ടങ്ങളിലാണല്ലോ ഇവരുടെ ഒരു ജീവിതം ഉണ്ടായിരുന്നത്. അതായത് ഇവിടെ നിന്ന് ഒരു 600 വർഷം മുമ്പുള്ളത്. അതിനും ഏതാനും തലമുറകൾക്ക് മുൻപ് ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാര റീജിയനിൽ നിന്നും വന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ പലായനം ചെയ്ത് വന്ന ആൾക്കാരാണ് ഇദ്ദേഹത്തിൻ്റെ ആൻസസ്റ്റേഴ്സ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം ഈ മിങ് ഹിസ്റ്ററിയിൽ ശരിക്കും ഇദ്ദേഹത്തിൻ്റെ പേരും ഇവരുടെ ഈ ഒരു സംഭവമൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹ എന്നാണ് സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. മാ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സർനെയിമാണ്. അതായത് ഇവിടെ ഈ ഭാഗത്ത് ഈ റീജിയനിലുള്ള മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു സർനെയിമായിരുന്നു മാ എന്ന് പറയുന്നത്. അപ്പം മാ ഹ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. അതിനുശേഷം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഈ വോയേജസ് ഒക്കെ തുടങ്ങിയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പേര് സെങ്ഹെ എന്ന് പറഞ്ഞ പേരിലേക്ക് മാറുന്നത്. അപ്പോൾ നമുക്കിവിടെ വരുമ്പം ഇദ്ദേഹത്തിൻ്റെ ചരിത്രവും ബാക്കിയുള്ള പരിപാടികളൊക്കെ ധാരാളം നമുക്കിവിടെ മനോഹരമായിട്ട് ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കൊച്ചിയും കോഴിക്കോടും അതേപോലെ തന്നെ മലബാറും അങ്ങനെയുള്ള പല സ്ഥലങ്ങളും നമുക്ക് നമ്മൾ പോർച്ചുഗലിൽ പോകുന്ന സമയത്ത് ലിസ്ബണിൽ നമുക്ക് വാസ്കോ ഡ ഗാമയുടെ ആ ഒരു ചരിത്ര വോയേജിൻ്റെ കൂട്ടത്തിൽ കോഴിക്കോട് കാണാമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൊച്ചിയും പല സ്ഥലങ്ങളും നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളുടെയും പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ സെങ്ഹയുടെ ആ ഒരു ഫാമിലി ഫോട്ടോസ് പണ്ടത്തെ കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം മക്കയിലേക്ക് പിൽഗ്രിം ചെയ്യാനായിട്ട് പോയ സമയത്ത് എടുത്ത ഒരു ചിത്രമാണിത്. പിന്നെ ഇദ്ദേഹം ഒരു നാവികനായതുകൊണ്ടും ഒരു യാത്രികനായതുകൊണ്ടും അദ്ദേഹത്തിന് ധാരാളം സ്ഥലങ്ങളിൽ ബ്രാഞ്ചസ് ഉണ്ട്. ഇത് യുക്സി ബ്രാഞ്ചാണ്, അതേപോലെ തന്നെ ഇത് നാൻജിങ് ബ്രാഞ്ചാണ്, പിന്നെ അദ്ദേഹത്തിന് തായ്ലൻഡിൽ ഒരു ബ്രാഞ്ചുണ്ട്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ട്. പണ്ട് കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ അല്ലേ? കേരളത്തിലും ഉണ്ടാവും, പറയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. പണ്ട് കാലത്ത് ഇദ്ദേഹത്തിൻ്റെ യാത്രകൾ എന്ന് പറയുന്നത് ഒരു പായ്ക്കപ്പലിലായിരുന്നില്ല. പണ്ട് ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ രീതി എന്ന് പറയുന്നത് നമുക്കറിയാം, കാരണം ഒത്തിരി ആൾക്കാർ വേണമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ യാത്രകളെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വലിയൊരു ഡെമോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും വലിയ ഒരു കപ്പൽ കാണാം, അതിലായിരുന്നിരിക്കണം അദ്ദേഹം യാത്ര ചെയ്യുന്നത്. പിന്നെ അതിനോടൊപ്പം പടയാളികൾ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ഇവർ യുദ്ധത്തിന് പോവല്ല. അപ്പം ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ബേസിക് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് പടയാളികൾ മാത്രമേ ആ ഒരു രീതിയിൽ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇവർക്ക് വേണ്ട ഭക്ഷണം കൊണ്ടുപോകുന്നതിന് ഒരു ബോട്ട്, വെള്ളം കൊണ്ടുപോകുന്നതിന് മറ്റൊരു ബോട്ട്. പിന്നെ ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് തായ്ലൻഡിലേക്കോ ഇന്ത്യയിലേക്കോ പോകുമ്പോഴത്തേക്കും ഇവിടെ നിന്നുള്ള കുറേ സാധനങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കും. എന്നിട്ട് അവിടെ നിന്നുള്ള കുറേ സാധനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ളൊരു പണ്ടൊക്കെ അങ്ങനത്തെ ബാർട്ടർ സിസ്റ്റം പരിപാടികളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി പല രാജ്യങ്ങളിൽ നിന്നുള്ള പല സംഭവങ്ങൾ ഇവർ ഇതുപോലെയുള്ള കപ്പലുകളിൽ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ നാട്ടിലും പോയിട്ട് ഇപ്പോൾ ഇത് പായ്ക്കപ്പൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും മാസങ്ങളോളം നീണ്ട യാത്രകളല്ലേ. അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം വേണം, വെള്ളം വേണം. അപ്പോൾ അതൊക്കെ ഓരോ നാടുകളിൽ പോയിട്ട് അവിടെ നിന്ന് റീഫിൽ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു. പല നാടുകളിൽ നിന്നും ഇതുപോലുള്ള സംഭവങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിരുന്നു എന്നൊക്കെയുള്ള സംഭവങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നടക്കമുള്ള പലതരത്തിലുള്ള സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇദ്ദേഹം 7 വോയേജുകളാണ്, 7 യാത്രകളാണ് സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. 1405 സെപ്റ്റംബറിലാണ് ഇദ്ദേഹം ആദ്യത്തെ യാത്ര പോകുന്നത്. അത് 2 വർഷം നീണ്ടു നിന്ന യാത്രയായിരുന്നു. ഈ ചമ്പ, ചെൻല, മലാക്ക, സുമാത്ര വഴി അദ്ദേഹം കൊല്ലത്ത് പോയി. കൊല്ലത്ത് നിന്നും കൊച്ചിയിൽ വന്നു. അതിനുശേഷം കാലി എന്ന് പറയുന്നത് കാലിക്കട്ട്, പിന്നെ കെയിൽ എന്ന് പറയുന്നത് കായൽ പട്ടണം എന്നും പറഞ്ഞിട്ട് തമിഴ്നാട്ടിലൊരു സ്ഥലമുണ്ട്. ഈ കായൽ പട്ടണം എന്ന് പറയുന്നത് നമ്മുടെ തിരുച്ചെന്തൂരിനും തൂത്തുക്കുടിക്കും ഇടയ്ക്കുള്ള ഒരു പോർട്ട് ഏരിയ ആണ് കായൽ പട്ടണം. അവിടെ അദ്ദേഹം പോയിട്ടുണ്ട്. 3ാമത്തെ യാത്രയിൽ നമുക്ക് ഇതേ റൂട്ട് തന്നെ പിടിച്ചിട്ട് ഇവർ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്. അതിനകത്ത് സിയാം, സുമാത്ര, പിന്നെ കാലിക്കട്ട്, പിന്നെ ഈ ലാംബ്രി, ഗംബാരി എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ അവിടെ തന്നെയുള്ള ഇവരുടെ പേരുകളാണ്. എന്താണെന്ന് എനിക്ക് ഇതുവരെ സോർട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കൊച്ചിയുണ്ട്, കൊല്ലമുണ്ട്, കാലിക്കട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരുന്നു അവരുടെ ആ ഒരു യാത്ര. പിന്നെ അദ്ദേഹം യാത്ര ചെയ്ത് 1430കളിൽ അദ്ദേഹം അങ്ങ് ആഫ്രിക്ക വരെ പോയി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോ യാത്രകളിലും ഈ നാൻജിങ്ങിന് സമീപമുള്ള ഈ സ്ഥലത്ത് നിന്ന് തുടങ്ങി അദ്ദേഹം ഇന്തോനേഷ്യ, പിന്നെ മലേഷ്യയിൽ മലാക്കയാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്. അങ്ങനെ പല ദ്വീപ് രാഷ്ട്രങ്ങൾ സന്ദർശിച്ച് അദ്ദേഹം നമ്മുടെ സിലോൺ വഴി നമ്മുടെ കൊല്ലത്തും അതേപോലെ തന്നെ കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ പോയിട്ടാണ് അദ്ദേഹം പിന്നെ ഈ ഒരു ഗൾഫ് രാജ്യങ്ങൾ വരെ ആദ്യത്തെ യാത്രയിൽ പോയത്. അപ്പോൾ നമുക്കറിയാം ശരിക്കും നമ്മുടെ ഈ ഭാഗത്തുള്ള പോർട്ടുകൾ നമ്മൾ പണിയുന്നത് സിലോൺ, അതായത് ശ്രീലങ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടുകളിലൊന്ന് ഈ ഭാഗത്താണ്. ഇപ്പോഴും നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വരുന്നത് ഈ ഭാഗത്താണ്. അതായത് 1600-1700 വർഷങ്ങൾക്ക് മുൻപ് മുതൽ ആളുകൾ സഞ്ചരിച്ചിരുന്ന പാതയിലാണ് നമ്മുടെ ഇപ്പോൾ നിർമ്മിക്കുന്ന പല പോർട്ടുകളും ഇവിടെ വരുന്നത്. അങ്ങനെ പല അദ്ദേഹത്തിൻ്റെ വോയേജസ് ആണ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് പിന്നെ ഇന്ത്യയൊക്കെ കറങ്ങി അദ്ദേഹം പിന്നെ ഗൾഫ് രാജ്യങ്ങൾ വഴി ആഫ്രിക്ക വരെ പോയിട്ടുള്ളതിൻ്റെ കംപ്ലീറ്റ് റൂട്ട് മാപ്പും പരിപാടികളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പണ്ട് കാലത്തൊക്കെ ഇവർ മാപ്പ് ചെയ്തുകൊണ്ടിരുന്നത്, നമുക്കന്ന് സാറ്റലൈറ്റും പരിപാടികളും ഗൂഗിൾ മാപ്പും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവർ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകൾ, വീടുകളും പുഴകളും മലകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതേപോലെ ചിത്രകാരന്മാരെ പോലുള്ള ആൾക്കാർ വരച്ചാണ് സത്യം പറഞ്ഞാൽ ഇവർ മാപ്പ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ മാപ്പിൻ്റെയൊക്കെ ആ ഒരു മോഡലുകൾ ഇവിടെ നമുക്ക് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ നിന്ന് പോയി മലാക്ക ഭാഗത്തെത്തിയ സമയത്ത് ഇവർക്ക് വെള്ളം നിറയ്ക്കേണ്ട ഒരു ആവശ്യം വരും. സാധാരണ രീതിയിൽ ഫ്രഷ് വാട്ടർ വേണമല്ലോ, കടലിൽ എത്ര ഉണ്ടെന്നുണ്ടെങ്കിലും വെള്ളം വേണമെങ്കിൽ ഫ്രഷ് വാട്ടർ വേണം. അപ്പം മലാക്ക എത്തിയ സമയത്ത് ഇവർക്ക് അവിടെ വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞു. അതായത് ഡ്രൈ ലാൻഡ് ആയതുകൊണ്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ കൊണ്ട് നമ്മുടെ സെങ്ഹെ കിണർ കുത്തിച്ചു. അങ്ങനെ കിണർ കുത്തിച്ച ഇത്തരത്തിലുള്ള 1-2 കിണറുകൾ നമുക്കിപ്പം നിലവിലെ മലാക്കയിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ
ഇതിങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്ക് പല രാജ്യത്തും കാണാൻ സാധിക്കും. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം വരുന്നത്. ഇൻ കൊച്ചി സ്റ്റേറ്റ് ടുഡേസ് കൊച്ചിൻ ഇന്ത്യ ദർ ഇസ് എ റിവർ കോൾഡ് ബാക്ക് വാട്ടർ ഇൻ കൊല്ലം പോർട്ട് ഓഫ് കൊച്ചിൻ. അത് ഇവർ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കേണ്ടത്, ഇതൊക്കെ കൂടുതലും ട്രാൻസ്ലേഷൻസ് ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാക്ക് വാട്ടറുകൾ, അതായത് നമ്മുടെ കായലുകളിലും നമ്മുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലും ധാരാളം മത്സ്യവും അതേപോലെ തന്നെ നമ്മുടെ കൊഞ്ചും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നക്കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആൾക്കാർ അത് വളരെ പ്രിമിറ്റീവായിട്ടുള്ള രീതിയിലാണ് ഇതിനെയൊക്കെ പിടിച്ചിരുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ഇതിനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ പിടിച്ചെടുക്കാനുള്ള ആ ഒരു ശേഷി ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ജംഘെ ഈ ഒരു സമയത്ത് അദ്ദേഹമാണ് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ചീനവല, അവർ പഴയ ചീനവലയുടെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ചീനവല, അതായത് നമ്മൾ പറയുന്ന ചൈനീസ് ഫിഷിംഗ് നെറ്റ് എന്ന് പറയുന്ന ആ ഒരു ചീനവല ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു യാത്രയിലാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് മത്സ്യം വേണമല്ലോ. അപ്പോൾ ഇവർക്ക് മത്സ്യം ഉണ്ടാക്കാനും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇദ്ദേഹത്തിൻ്റെ യാത്രയിൽ നമുക്ക് കിട്ടിയ ഒരു കോൺട്രിബ്യൂഷനാണ് ഈ ചൈനീസ് ഫിഷിംഗ് നെറ്റ് എന്ന് പറയുന്നത്. ഇന്നും നമ്മുടെ നാട്ടിൽ ഈ ചൈനീസ് ഫിഷിംഗ് നെറ്റുകൾ ധാരാളം ഉപയോഗിക്കുന്നു. നമ്മുടെ കടമക്കുടിയിലും നമ്മുടെ ആലപ്പുഴ ജില്ലകളിലും പല സ്ഥലങ്ങളിലും വളരെ ഫോർട്ട് കൊച്ചി അടക്കമുള്ള പല സ്ഥലങ്ങളിലും വളരെയധികം നമ്മളിപ്പോഴും ഉപയോഗിക്കുന്ന ആ ഒരു ചൈനീസ് ഫിഷിംഗ് നെറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് ഇദ്ദേഹം അന്തക്കാലത്ത് 100-100 വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന സാധനമാണ്. അതേപോലെ തന്നെ നമ്മൾ ചീനച്ചട്ടി എന്ന് പറയത്തില്ലേ, നമ്മുടെ ചീനച്ചട്ടി, ആ അത്തരത്തിലുള്ള ചീനച്ചട്ടി, അങ്ങനെയുള്ള പല പല സാധനങ്ങൾ ഇങ്ങനെയുള്ള യാത്രകളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കൊച്ചിയിൽ മാത്രമല്ലല്ലോ, കൊച്ചിയിലും ആലപ്പുഴയിലും ഭയങ്കരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നല്ലോ, എല്ലായിടത്തും ഉണ്ട്. ഇത് ചൈനീസ് ഫിഷിംഗ് നെറ്റ് ഓൺ ദ കൊച്ചിൻ ഐലൻഡ് ഓഫ് ഇന്ത്യ ഈസ് സ്റ്റിൽ യൂസ് ടുഡേ ആൻഡ് എ മോണുമെന്റ് ഇറ്റ് ഹാസ് ബീൻ ലെഫ്റ്റ് ബിഹൈൻഡ്. ആ കൊച്ചിയിൽ അത് ഒരു പിക്ചർ, പഴയ ഏതൊരു ചിത്രം, എനിക്കറിയത്തില്ല ഇത് എവിടെയാണെന്നുള്ളത്. എന്തായാലും ഇവിടെ പണ്ട് കുൻമിങ് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഫിഷിംഗ് നെറ്റുകൾ ഉപയോഗത്തിലുണ്ടായിരുന്നു. അതാണ് പിന്നീട് നമ്മുടെ കൊച്ചിയിലേക്ക് വന്നത് എന്നാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സിലോണിലും അതേപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ധാരാളം കോൺട്രിബ്യൂഷൻസ് ഇദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈവൻ ദോ ഇദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു എന്നുണ്ടെങ്കിലും പല രാജ്യങ്ങളിലും ഇദ്ദേഹം സഞ്ചരിച്ച സ്ഥലങ്ങളിൽ എല്ലാ മതങ്ങൾക്കും പലതരത്തിലുള്ള റെസ്പെക്റ്റ് കൊടുത്തും അതേപോലെ തന്നെ ആ ഒരു രീതിയിൽ ആ ഒരു നാട്ടിലെ പല കൾച്ചർ ആൻഡ് ട്രഡീഷൻസിന് റെസ്പെക്റ്റ് കൊടുത്തും വാല്യൂ ചെയ്ത് യാത്ര ചെയ്ത ഒരു വളരെ നല്ലൊരു യാത്രികനായിരുന്നു ജംഘെ എന്ന് നമുക്കിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിലും നമ്മുടെ നാട്ടിലെ യൂറോപ്യൻസും മറ്റേ ബാക്കിയുള്ള ആൾക്കാരും വന്നിട്ട് ഉണ്ടാക്കിയ അത്ര പുകലുകൾ വേറെ ആരും വന്ന് ഉണ്ടാക്കിയിട്ടില്ലല്ലോ അല്ലേ. അവർ വന്ന് നമുക്ക് ധാരാളം കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കിയിട്ട് പോയ ടീമുകളല്ലേ എല്ലാവരും. ഇവിടെ നമുക്ക് ആ ഒരു പണ്ടത്തെ പേരുകളും പുതിയ പേരുകളും തമ്മിൽ ഒരു കമ്പാരിസൺ ശരിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോരോ സ്ഥലങ്ങളുണ്ടല്ലേ, പാണ്ഡുരംഗ എന്നൊക്കെ പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. പാണ്ഡുരംഗ എന്ന് പറയുന്നത് ഫാറങ് എന്ന് പറയുന്ന വിയറ്റ്നാമിലെ ഒരു സ്ഥലപ്പേരാണ്. അപ്പോൾ അത്തരത്തിൽ ധാരാളം പ്ലേസുകൾ, മലാക്ക പണ്ട് മലാക്ക തന്നെയായിരുന്നു. മലേഷ്യയിലെ പല പേരുകളും അന്നും ഇന്നും ഒരേ പേരാണ്. കെലംതൻ, പഹാങ് എന്നൊക്കെ പറയുന്നത് അന്നും ഇന്നും ഒരേ പേര് തന്നെയാണ്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ഫിലിപ്പീൻസിലെ സ്ഥലങ്ങൾ ലങ്കാവി പണ്ട് ലങ്കാവി തന്നെയായിരുന്നു. പിന്നെ ബംഗ്ലാദേശിൻ്റെ പഴയ പേര് ബംഗാളീസ് എന്നും പറഞ്ഞു കൊടുത്തിരുന്നു. പിന്നെ ചിത്തഗോങ് നമുക്കറിയാം എവിടെയാണെന്നുള്ളത്. പിന്നെ ഈ സുവോളി എന്ന് പറയുന്നത് ദ കോസ്റ്റ് ഓഫ് കൊറമാൻഡൽ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. കെയിൽ എന്ന് പറയുന്നത് ദ കെയിൽ ടൗൺ ഓൺ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് സദേൺ ഇന്ത്യ, അതാണ് കായൽപട്ടണം എന്ന് പറയുന്ന സ്ഥലം. പിന്നെ നമ്മുടെ കൊച്ചിൻ, പണ്ടത്തെ പേര് കൊച്ചി, ഇപ്പോൾ കൊച്ചിൻ, പക്ഷേ എന്നാലും ഇപ്പോഴും കൊച്ചി എന്നൊന്നും പറയത്തില്ല. ഇപ്പോഴും എറണാകുളം അല്ലേ കൊച്ചിൻ എന്നൊക്കെ പറഞ്ഞ് പറയത്തേ ഉള്ളൂ. മൊത്തത്തിൽ കൊച്ചി എന്ന് പറയാവുന്ന പേരാണ് നമ്മുടെ നാട്. പിന്നെ കാലിക്കറ്റ് ക്യാലി എന്നുള്ളതായിരുന്നു. പിന്നെ കൊയിലോൺ എന്നുള്ള പേര്, അത് കൊല്ലം, അത് മാറ്റി നമ്മളിപ്പോൾ കൊല്ലമാക്കി. പിന്നെ ബന്ദാസ്, ഇതൊക്കെ ശരിക്കും ഈ സുമാത്രയിലെ സ്ഥലപ്പേരാണ്. പിന്നെ മുർബാത്ത് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടല്ലോ ഇവിടെ താഴെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാർ കോസ്റ്റ് ഇന്ത്യ, അതാണ് മുർബാത്ത് എന്ന് പറയുന്നത്. മലബാറൊക്കെ ചൈനയിലുണ്ടല്ലേ? അത് മലബാർ, കൊച്ചി, കാലിക്കറ്റ്, കായൽപട്ടണം എന്നൊരു സ്ഥലങ്ങളാണ് നമ്മൾ. കാലിക്കറ്റ് കുറേ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ കൊച്ചിയും കായൽപട്ടണവും മറ്റു സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ അധികം കണ്ടിട്ടില്ല. അത് ഇവിടെയുണ്ട്. പിന്നെ നമ്മൾ ഒരിടത്തും കാണാത്ത ഒരു പേരാണ് ഈ കോയമ്പാടി എന്ന് പറയുന്നത്. കോഴഞ്ചേരി അല്ല, കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ അദ്ദേഹം എനിക്ക് തോന്നുന്നു കപ്പൽ കൊച്ചിയിൽ ഇട്ടിട്ട് കോയമ്പത്തൂർ വരെയൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ അബ്ബാദൻ എന്ന് പറയുന്നത് അഹമ്മദാബാദാണ്, അബ്ബാദൻ എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും പിന്നെ ബാക്കിയുള്ള പല രാജ്യങ്ങളിലെ
പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കോയമ്പത്തൂരും ബാക്കിയുള്ള സ്ഥലങ്ങളും തുടങ്ങി എന്താണ് മക്ക പോയിട്ടുണ്ട് അദ്ദേഹം. പിന്നെ സൊമാലിയ പോയിട്ടുണ്ട്, സദേൺ സൊമാലിയ, യമൻ, അങ്ങനെ ഏതൊക്കെ രാജ്യങ്ങളിൽ അന്തക്കാലത്ത് ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹം യാത്ര ചെയ്തിരുന്നു അല്ലേ. നിക്കോബാർ ഐലൻഡ്സിൽ പോയിട്ടുണ്ട്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ, മാൾഡീവ്സ്. ഇവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ടൈം ലൈൻ കാണാം. 1371 അദ്ദേഹം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് മാഹെ എന്ന് പറയുന്ന ആൾ ജനിച്ചത് ഇവിടെ ഈ ഒരു സ്ഥലത്താണ്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ മ്യൂസിയം ബാക്കിയുള്ള പരിപാടികളൊക്കെ അവിടെയാണുള്ളത്. പിന്നെ ഓരോ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. 11 വയസ്സുള്ള സമയത്ത് മിങ് ഡൈനാസ്റ്റിയുടെ സമയത്ത് ഇവിടെ ഒരു യുദ്ധം നടന്നു. അപ്പോൾ യുനാനെ യൂണിഫൈ ചെയ്യുന്നതിന് ഭാഗമായിട്ട് ഇവിടെ കുറേ ആളുകളെ ഇവർ ക്യാപ്ചർ ചെയ്ത സമയത്ത് ഇദ്ദേഹം മിങ് ആർമിയിൽ ഒരു ഹാൻഡി മാനായിട്ട് ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ ഉണ്ടായത്. പിന്നെ അങ്ങനെയാണ് ഇദ്ദേഹം ഈ ഒരു ഇതിലേക്ക് വരുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ വളർച്ചയും പിന്നെ അവരുടെ ഒരു ലൈഫ് സ്റ്റോറി അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ എഴുതി ഒരു ടൈം ലൈനിൽ കൊടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ 34-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വോയേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1405 ആ ഒരു വർഷത്തിൽ 34-ാമത്തെ വയസ്സിൽ. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇവിടെ എഴുതിയിട്ടുണ്ട് പല സ്ഥലങ്ങൾ, കൊച്ചി, കോഴിക്കോട്, അങ്ങനെ സിലോൺ, അങ്ങനെ പല സ്ഥലങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്ത പരിപാടികളും അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ്. അങ്ങനെ 34-ാമത്തെ വയസ്സിൽ യാത്ര തുടങ്ങിയ അദ്ദേഹം 62-ാമത്തെ വയസ്സിൽ അദ്ദേഹം സെങ്ഹെ ഡൈഡ് ഓഫ് ഇൽനെസ് ഇൻ കാലിക്കറ്റ്, അതായത് കാലിക്കറ്റിൽ വെച്ചിട്ട് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക്, അതായത് ആഫ്രിക്കൻ ട്രിപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വഴിക്ക് അദ്ദേഹം അവിടെ മരണപ്പെടുകയുണ്ടായി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഈ മോർട്ടൽ റിമെയിൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ചെറിയൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. കാരണം പണ്ട് കാലത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഇതുപോലുള്ള നാവികരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ശരിക്കും കടലിലങ്ങ് ഇടുകയാണല്ലോ പതിവ്. കാരണം ഇന്നത്തെ പോലെ ഫ്രീസറുകളും മോർച്ചറികളും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ശരീരം സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന പതിവില്ല. പിന്നെ ഇദ്ദേഹം ഇത്രയും വലിയൊരു വ്യക്തി ആയതുകൊണ്ട് ചിലപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവാം എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷെ അത് ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരം അവിടെ മറവ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളും ബാക്കിയുള്ള എന്തെങ്കിലും റിമെയിൻസ് ഒക്കെ ചിലപ്പോൾ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നാൻജിങ്ങിന് സമീപമുള്ള ഒരു മലയിൽ മറവ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. സോ അതിനകത്ത് മാത്രമാണ് ഇപ്പം ഇതുള്ളത്. എന്തായാലും അദ്ദേഹം മരണപ്പെട്ടത് കോഴിക്കോട് വെച്ചാണ്. കോഴിക്കോട് ഇപ്പം ചെറിയ ഒരു മെമ്മോറിയൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ 2 രാജ്യങ്ങളും കൂടെ ചേർത്ത് കുറേ സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ പരിപാടികൾ ഉണ്ടാവും. സത്യം കേട്ടോ. അതായത് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് പല രാജ്യങ്ങളും, അതായത് ഇദ്ദേഹം യാത്ര ചെയ്ത പല സ്ഥലങ്ങളിലെയും പല രാജ്യങ്ങളിലെയും എംബസികളിൽ നിന്നും മറ്റു പല ആൾക്കാരും ഇവിടെ കുറേ കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒന്നും ഞാനിവിടെ കണ്ടില്ല. ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും. അതേ കോഴിക്കോട് ബീച്ചിൻ്റെ വീഡിയോ ഇവിടെ ഉണ്ടായിരുന്നു, ഇത് ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനകത്തപ്പോൾ അവർ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാടാണല്ലോ, ദിസ് ഈസ് കൊച്ചിൻ. പഴയ വീഡിയോ കേട്ടോ. നമുക്ക് ഇവരോടൊന്ന് യു ഷുഡ് ആക്ച്വലി സെൻഡ് ദം ടു ടേക്ക് ന്യൂ വീഡിയോസ് ഓഫ് അവർ പ്ലേസ്. ദീസ് ആർ വെരി ഓൾഡ്. Actually, in 2024 they wanted to visit. നമ്മുടെ നാട്ടിലെ ചീന വലകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ അതൊക്കെ ഇത് കൊച്ചിയാണ്. അതൊക്കെ ഇവിടുത്തെ മ്യൂസിയത്തിൽ ഇവിടുത്തെ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? ശരിക്കും ഇത് എനിക്ക് തോന്നുന്നു നമ്മളായിരിക്കും മിക്കവാറും ഇവിടെ വരുന്ന ആദ്യത്തെ മലയാളികളെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ സൈർ ഭായ്. കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു മലയാളി ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെന്ന്. ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് നമ്മുടെ നാട്ടിലെ പഴയ ചേട്ടന്മാർ ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും അല്ലേ? എനിക്കൊരു 10-15 വർഷം 20-25 വർഷമെങ്കിലും പഴക്കം ഉണ്ടാവും ഈ വീഡിയോയ്ക്ക് എന്ന് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് വെരി ഓൾഡ്. കാരണം ഈ ബീച്ച് ഫോർട്ട് ബീച്ച് അതൊന്നും ഇപ്പോൾ ഇല്ല. ദാറ്റ് ബീച്ച് ഈസ് നോ മോർ. ലൈക്ക് ഇറ്റ്സ് ദിസ് ബീച്ച് ഈസ് നോ മോർ. ദിസ് ഈസ് ഫോർട്ട് കൊച്ചി ബീച്ച്. ബിക്കോസ് ലൈക്ക് ദ sea has evaded the land. കടൽ കയറി ഇപ്പം ദിസ് ബീച്ച് ഇല്ല. ഫോർട്ട് കൊച്ചിയിൽ വി ഡോണ്ട് ഹാവ് ബീച്ച് നൗ. But we still have that fishing nets. Yeah, but the beach, like you cannot get into the beach. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ചൈനീസ് ഫിഷിംഗ് നെറ്റുകൾ കാണണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ വന്നാലേ പറ്റുള്ളൂ. ഞാൻ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ചൈനീസ് ഫിഷിംഗ് നെറ്റുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്ഥലം വേറെ എവിടെയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ വേറെ ഏതോ നാടായി. അപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വോയേജുകളുടെ ആ ഒരു റൂട്ട് മാപ്പ് കാണിക്കുന്ന ഒരു ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കാണിക്കുന്നൊരു സംഭവം കൂടി ഇവിടെ ഉണ്ട്. ഇദ്ദേഹം മലയാളത്തിൽ സംസാരിക്കുന്ന ചേട്ടൻ. ആ ചേട്ടൻ മലയാളത്തിൽ സംസാരിക്കുമായിരുന്നു. കാര്യമായിട്ട് നമ്മൾ നേരത്തെ കണ്ട വീഡിയോ ഇവിടെ മലയാളത്തിൽ എന്തോ ചൈനീസ് ഫിഷിംഗ് നെറ്റിനെ പറ്റി പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
നമ്മൾ വന്നിരിക്കുന്ന ആ സെങ്ഹയുടെ ഒരു മ്യൂസിയത്തിൻ്റെ താഴോട്ടിറങ്ങി വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് വലിയൊരു ആർച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോമർ റെസിഡൻസ് ഓഫ് സെങ്ഹെ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പണ്ട് താമസിച്ചിരുന്ന ഒരു വീട് എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ട്. അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. എന്ത് രസമല്ലേ കാണാനായിട്ട് ഈ ഒരു ഏരിയ ഒക്കെ. ഇത് വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ കുൻമിങ് നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു 50-60 കിലോമീറ്റർ സഞ്ചരിച്ച് ഔട്ട്സ്കേർട്സ്, അതായത് ഇവിടേക്ക് വരുന്ന വഴിയൊക്കെ ഇത് എന്താ പറയുക, അത്രയ്ക്ക് ഗ്രാമങ്ങൾ പോലെയുള്ള ഒരു വഴികളിൽ കൂടിയാണ് ശരിക്കും ഇവിടേക്ക് വന്നതെന്ന് പറയാം. അപ്പോൾ ഇതാണ് സെങ്ഹെ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ ആ ഒരു പഴയ കാലത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ ആയിരുന്നു. ഇവിടെ അങ്ങനെ പഴയ ഒരു സെറ്റപ്പ് എന്നൊന്നും പറയാനില്ല. കാരണം 600 വർഷം മുമ്പത്തെ ഒരു വീട് എന്തായാലും ഇപ്പം ഉണ്ടാവില്ലല്ലോ, അല്ലേ? പിന്നെ മ്യൂസിയത്തിൻ്റെ ആൾക്കാർക്ക് വേണമെങ്കിൽ അതുപോലത്തെ ഒരു വീട് വെറുതെ ചെയ്തു വെക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല. അവിടെ മുമ്പിൽ ഒരു സ്തൂപമുണ്ട്. ഒരു സ്തൂപമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും പുതിയ രണ്ട് ബിൽഡിങ്ങുകളും മറ്റുമൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പഴയ വീട് ഉണ്ടായിരുന്ന ഒരു സ്ഥലം അതാണ് ഇത്. നമ്മുടെ നാട്ടിലുള്ള ഒരു മ്യൂസിയത്തിൽ പോയിട്ടൊരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ 100 കൂട്ടം ഫോർമാലിറ്റിയാണേ. അതുമാത്രമല്ല, ഒരു ട്രൈപോഡ് കൊണ്ടുപോകാൻ പറ്റില്ല, പിന്നെ സെൽഫി സ്റ്റിക്ക് പോലും കൊണ്ടുപോകാൻ പറ്റില്ല. അത്രയ്ക്ക് പ്രശ്നങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അഥവാ ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അതിനപ്പുറത്തത്. വളരെ അപൂർവം ചില മ്യൂസിയങ്ങളിൽ മാത്രമേ ഉള്ളൂ നല്ല സ്റ്റാഫിനെ കിട്ടുന്നത്. ഇതിപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളെ ഇവിടുത്തെ യുനാൻ എന്താ പറയുക ടൂറിസം ആൾക്കാർ നമ്മളെ ഇവിടെ ഞങ്ങളെ 2 പേരെയും കൂടെ ചേർത്ത് ഞങ്ങളുടെ എല്ലാ ചിലവും നോക്കി ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ആ ഒരു കേരള റിലേഷൻ അതായത് കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നുള്ള ഞങ്ങളെ 2 പേരെ അവർ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവരുടെ ഈ ഒരു കേരള റിലേഷൻ കാണിച്ചു തരുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ മ്യൂസിയം 6-7 പേര് 2 ക്യാമറമാർ നമ്മുടെ വീഡിയോ അവർ വേറെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടുത്തെ മ്യൂസിയം ഡയറക്ടറും പിന്നെ അവിടുത്തെ ജീവനക്കാരും അവരെല്ലാവരും കൂടെ വരുന്നു, നമ്മളോട് സെൽഫി എടുക്കുന്നു, നമുക്ക് സ്പെഷ്യൽ ടൂർ നടത്തി തരുന്നു, അത് ചെയ്തു തരുന്നു, ഇത് ചെയ്ത് തരുന്നു. സത്യം പറഞ്ഞുണ്ടല്ലോ കൊള്ളാം. ഇങ്ങനെയാണെങ്കിൽ നല്ല സുഖമായിരുന്നു അല്ലേ? അങ്ങനെ വേണ്ട. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്, ശരിക്കും ഉണ്ടല്ലോ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വില നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്. അതുപോട്ടെ, അതിനെപ്പറ്റി പറഞ്ഞില്ല. ഞാൻ നാടിനെ കുറ്റം പറയുന്നതല്ല. അത് ഒത്തിരി സംഭവങ്ങളുണ്ട്. അത് നമ്മൾ ഈ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ ചൈനീസ് ഫിഷിംഗ് നെറ്റ് നമ്മൾക്ക് ചൈനക്കാർ തന്നാണ്, കോൺട്രിബ്യൂഷൻ ആണെന്നൊക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിലും ഇതൊക്കെ കോൺട്രിബ്യൂഷനൊക്കെ ഇവരുടെ ആണെന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഈ ഷെങ്ഹെ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ വോയേജ് കാരണം സംഭവിച്ചതാണെന്നുള്ള അറിവ് എനിക്കില്ലായിരുന്നു. എനിക്ക് ആദ്യം അറിയാം, പക്ഷെ നമ്മളതിന് ഹിസ്റ്ററിയിൽ കുറച്ച് ബാക്കിലോട്ടായതുകൊണ്ട് ഇവിടെ എല്ലാ കാലിക്കറ്റ് എവിടെ നിന്ന് ചോദിച്ചിട്ട് 2-3 ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചൈനക്കാർ. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് ഇതിനെ കുറിച്ച് അറിയുന്നത്. ചൈനയിൽ ഇത് പോപ്പുലർ ആണ്. കാലിക്കറ്റും ഇയാൾ ഭയങ്കര പോപ്പുലർ ആണ്. മൂപ്പര് ഭയങ്കര പോപ്പുലർ ആണ്. ഈ കാലിക്കറ്റും മരിച്ച സ്ഥലം എന്ന് പറയുമ്പോൾ അപ്പോൾ പോപ്പുലർ ആവുമല്ലോ. ശരിയാട്ടോ അല്ലേ? ഉറപ്പല്ലേ? സത്യം. അപ്പം അത് ചൈനക്കാരുടെ ഒരു വാസ്കോഡഗാമയായിരുന്നു ഇദ്ദേഹം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വോയേജസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഡിപ്ലോമാറ്റിക് റിലേഷൻസും അതേപോലെ തന്നെ സഹകരണം ബാക്കിയുള്ള പരിപാടികളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയായിരുന്നു. എന്നാൽ ഈ വീഡിയോ അധികം ആൾക്കാരൊന്നും കാണാൻ സാധ്യതയില്ല, കാരണം ചരിത്രമാണ്. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ വളരെ ആസ്വദിച്ച് ചെയ്തൊരു വീഡിയോ ആണിത് അല്ലേ? ഇത് കുറച്ച് നമ്മുടെ നാടിനെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അപ്പം മലയാളം സംസാരിക്കുന്ന വീഡിയോ ഇവിടെ ചൈനയിലെ ഒരു മ്യൂസിയത്തിൽ ലൈവായിട്ട് ഓടിച്ചോണ്ടിരിക്കുന്നു. 20-25 വർഷമുള്ള പഴക്കമുള്ള കേരളത്തിലെ വീഡിയോസൊക്കെ ഇവിടെ പ്ലേ ചെയ്യുന്നു. അപ്പോൾ പുള്ളി പറയായിരുന്നേ, ഞങ്ങൾക്ക് കേരളത്തിൽ വന്നിട്ട് കോഴിക്കോടും കൊച്ചിയൊക്കെ സന്ദർശിച്ച് പുതിയ വീഡിയോസ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇവർ കുറേ ട്രൈ ചെയ്തു, പക്ഷേ ഇന്ത്യ ഇപ്പോൾ കാര്യമായിട്ട് വിസ കൊടുക്കുന്നില്ല എന്നാണ്. അത് കൊടുക്കുന്നില്ലായിരുന്നെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ആണ് സംഭവം. അത് കാരണമാണ്. പക്ഷേ ഇപ്പോൾ വിസ ഒക്കെ ഓപ്പൺ ആയി. ഇപ്പം 2 രാജ്യങ്ങളും തമ്മിൽ അങ്ങനെ പണ്ടത്തെ പോലെ സംഭവങ്ങളൊന്നുമില്ല. പണ്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മൾ പറയുമ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരും. സൈർബായിക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ആദ്യം MG ഹെക്ടർ എടുത്ത സമയത്ത് ആൾക്കാർ എന്നെ തെറി വിളിയായിരുന്നു, ചൈന വണ്ടി എടുത്തെന്നും പറഞ്ഞോണ്ട്. ഓർമ്മയില്ലേ? പിന്നെ അവരെന്നെ യൂസ് ചെയ്യും. ഇപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ MGക്ക് ഒരു പ്രശ്നമില്ലേ? MG മാത്രമല്ല, ഇപ്പൊ എത്ര ചൈന BYD വന്നു, BYD എടുക്കുന്നു, ആർക്കും ഒരു പ്രശ്നമില്ല. അന്ന് ഞാൻ MG ഹെക്ടർ എടുത്തപ്പോൾ എന്നെ തെറി വിളിച്ച ആൾക്കാർ, MG ഹെക്ടർ ചൈന വണ്ടി എടുത്ത് ഇവൻ ചൈനക്കാരനാണെന്നും പറഞ്ഞിട്ട് തെറി വിളിച്ച ആൾക്കാർ. ബ്രിട്ടീഷുകാർ നമ്മൾ അത്രയും കാലം ഉപദ്രവിച്ചല്ലേ വന്ന്, എന്നിട്ട് ഇപ്പൊ UK പോയി കിടക്കും എല്ലാവരും കൂടെ. ഇവർ നമ്മൾ അത്ര ഉപദ്രവിച്ചിട്ടില്ല. അതെ ഇതൊക്കെ ഞങ്ങൾ വി ആർ ജസ്റ്റ് സ്പിറ്റിംഗ് ദ ട്രൂത്ത്സ്, അല്ലാതെ വേറൊന്നും ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ എന്തായാലും സീ യു ഗൈസ് വിത്ത് അനദർ വീഡിയോ. അതുവരേക്കും ബൈ.